Swear I won't forget this. Why do I regret this? 2-3 ദിവസമായി നമ്മൾ ഈ സബ്വൂഫർ ഈ സോണി എക്സ്പ്ലോർഡ് സബ്വൂഫർ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇന്നത്തോടെ അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അതായത് ഇന്നിപ്പോൾ ഈ സബ്വൂഫർ ഫുൾ പണി കഴിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് പവർ സപ്ലൈ കയറ്റി ബോർഡ് കയറ്റി അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് ഇനിയിപ്പോൾ കാറിലേക്ക് സെറ്റ് ചെയ്യാനുള്ളൂ. അധികം വലിച്ചു നീട്ടാന്നില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം. ഇതൊരു 385 വാട്ട്സ് RMS ഉള്ള സബ്വൂഫറാണ്. അപ്പോൾ ഇതിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ബോർഡ് താങ്ങാൻ പറ്റിയ ബോർഡ് തന്നെ എടുക്കണം. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് എടുത്തുള്ളത് കുമാർ ഓഡിയോസിൻ്റെ തണ്ടർ മോണോ 2611 ബോർഡാണ്. പിന്നെ മാക്സിമം നല്ല ക്ലീൻ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നാട്ടിൽ കിട്ടാവുന്ന ഈ ആളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ആ ബോർഡ് കിട്ടാനുള്ളൂ. അതുകൊണ്ടാണ് എടുത്ത്. അല്ലെങ്കിൽ അതിൽ എത്രയോ കൂടിയ ബോർഡുണ്ട്, അതിനോട് മാച്ചിങ് ആയിട്ട് മറ്റ് ബോർഡുകളുണ്ട്. എനിക്ക് ആ വിലയും സൂട്ടാവണം, എനിക്ക് ആ വർക്കിങ്ങും കിട്ടണം, എല്ലാം കൂടെ വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ബെസ്റ്റാണ്. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തുള്ളത് കുമാർ ഓഡിയോസിൻ്റെ തണ്ടർ മോണോ K2611 എന്ന ബോർഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു SMPS 27 വോൾട്ട് ഇൻവേർട്ടർ, ഒരു ഫിൽറ്റർ ബോർഡ്, ഇത്രയും സാധനം മാത്രമേ നമുക്ക് സർക്യൂട്ട് ബോർഡായിട്ട് ആവശ്യമുള്ളൂ. ഇതിൽ ഈ ഫിൽറ്റർ ബോർഡ് നമ്മൾ മുൻപ് പരിചയപ്പെട്ടാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട്, പെർഫോമൻസ് അതിൻ്റെയൊക്കെ കാണിച്ചാണ്. പിന്നീടുള്ളത് ഇതിൻ്റെ ഇൻവെർട്ടർ 27 വോൾട്ട് 12 to 27 വോൾട്ട് DC to DC കൺവെർട്ടർ, അത് 10 ആംപിയറിലാണ് എടുത്തുള്ളത്. പിന്നീട് കുമാറിൻ്റെ തണ്ടർ K2611 എന്ന മോഡലിൻ്റെ ഒരു ബോർഡാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 385 വാട്ട്സ് RMS വേണം. അപ്പോൾ ഇങ്ങനെയൊരു ബോർഡ് അല്ലാതെ വേറൊരു പരിഹാരമില്ല. നമുക്ക് ഇതിൽ ചെയ്യാനുള്ള റേറ്റിന് ഒക്കുന്നതും വാട്ട്സ് ഒക്കുന്നതുമായിട്ട് ഈ ഒരു ബോർഡാണ് നമുക്ക് സൂട്ടബിളായിട്ട് കിട്ടി. ഈ സിങ്ക് ഞാൻ അവിടെ എക്സ്ട്രാ ആഡ് ചെയ്താണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വയറിങ് ചെയ്യാം. വയറിങ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനത്തെ നല്ല ക്വാളിറ്റി വയർ, പിന്നെ ഓൺ ഓഫ് സ്വിച്ച് വേണം. ഇപ്പോൾ നോർമൽ ഇങ്ങനെയുള്ള നോബ്സാണ് എടുത്തിട്ടുള്ളത്. 2 വോളിയം കൺട്രോൾ, പിന്നെ RC ഇൻപുട്ട്, ലൈറ്റിന് വേണ്ട LED സ്ട്രിപ്പ്, പിന്നെ ഒരു പാനൽ. അതായത് നമുക്ക് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനൽ കപ്പിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാണ് സോണിക്ക് വേണ്ടി അഴിച്ചുള്ള ബോക്സ്. നമുക്ക് ഈ കപ്പിനകത്ത് നമ്മൾ കൺട്രോൾസും LED അങ്ങനെയുള്ള ഇൻപുട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ വരും. നമ്മുടെ ഒരു 2 ഇഞ്ച് ഡയമീറ്ററുള്ള ഒരു വെൻ്റ് ഉണ്ട്. അതിന് നമ്മൾ ട്യൂൺ ചെയ്തിട്ട് 13 ഇഞ്ചിലേക്ക് നീട്ടിയിട്ടുള്ള ഒരു ഫ്രീക്വൻസിക്ക്, അതായത് 30 ഹെർട്സ് ഫ്രീക്വൻസിക്ക് ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഈ ലൈറ്റിനുള്ള LED സ്ട്രിപ്പ് ആദ്യം ഒട്ടിക്കുക. 2 ബ്ലാക്കും അതിലേക്കുള്ള 12 വോൾട്ടാണ്. അപ്പോൾ അതിന് ശേഷമിട്ട വയറുകളൊന്ന് ഇത് ഗെയിനിന് വേണ്ടിയിട്ട്, ഒന്ന് സബ്വൂഫറിൻ്റെ വോളിയം, ഇനിയൊരു ഷീൽഡ് വയർ ഉള്ളത് അതിൻ്റെ സിഗ്നൽ ഇൻപുട്ട്, പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ചിനുള്ള റെഡ് വയർ. അപ്പോൾ ഇത്രയും സംഭവമുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണക്ട് ചെയ്യാം. എന്നാൽ പിന്നെ ആ പ്രശ്നം കഴിഞ്ഞ് ഇനി നമുക്ക് അപ്പുറത്ത് ബോർഡ് മാത്രം കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് ആദ്യം നമ്മളെ പാനലിൻ്റെ മുകളിൽ സ്പെയറൊക്കെ കണക്ട് ചെയ്തോളാം. ഈ കറുപ്പിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് പോലെ തോന്നുന്നു. അതെന്തോ ആ ഹോൾസ് അല്ലാണ്ട് എന്തോ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അത് മാറ്റി ഞാനൊന്ന് വെള്ളയാക്കി. അപ്പോൾ കപ്പിൻ്റെ പാനൽ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്ന പവർ സപ്ലൈ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് കണക്ഷൻ കാണാം. ഇവിടെ സ്വിച്ച് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് ഈ പോയിന്റ് കൊടുക്കുക. ബാറ്ററിയുടെ നെഗറ്റീവ് ഇവിടെയും പോസിറ്റീവ് ഇവിടെയായിട്ടും കൊടുക്കുന്നു. അപ്പോൾ മാർക്കിംഗ് ഒക്കെ ക്ലിയർ ആയിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് വലിയ സിമ്പിളായിട്ട് നമുക്ക് ആർക്കും കണക്ട് ചെയ്യാം. പോസിറ്റീവ് നെഗറ്റീവ് 0. അപ്പോൾ അത് 3 ഇതിൻ്റെ അകത്ത് നിന്ന് ഔട്ട്പുട്ട് എടുത്ത് നമ്മളെ മെയിൻ ബോർഡ് പവർ ബോർഡ് കണക്ട് ചെയ്യുക. അപ്പോൾ സ്ട്രോങ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പോസിറ്റീവ് ലൈനാണ് ഈ പോയിന്റിൽ കാണുന്നത്. അപ്പോൾ പോസിറ്റീവ് എവിടെയും കൊടുക്കും, നെഗറ്റീവ് ഈ പോയിന്റിലും കൊടുക്കും. അപ്പോൾ ആ സ്ട്രോങ് ഗേജ് വയർ, വണ്ണം കൂടിയ വയർ നല്ല സ്ട്രോങ്ങിലൂടെ പിടിച്ച് നിൽക്കും. പ്രിൻ്റ് പൊളിഞ്ഞു പോകാനുള്ള ചാൻസിലുണ്ട് അങ്ങനെ കൊടുക്കുന്നത്. സ്വിച്ച് നമുക്ക് ഈ പോയിന്റിലേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ കാർ ഓഡിയോൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന സ്വിച്ച്, ആ കണക്ഷനാണ് നമ്മൾ സ്വിച്ച് വഴി ഓൺ ഓഫ് ചെയ്തിട്ട് ഇവിടെ എത്തിക്കുന്നത്. ഔട്ട്പുട്ടും അതേപോലെ തന്നെ ഇവിടെ ഒരു ജമ്പറിൻ്റെ പോയിൻ്റ് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു കപ്പാസിറ്ററിൻ്റെ പോയിൻ്റ്, ഇവിടെ ഒരു കപ്പാസിറ്ററിൻ്റെ പോയിൻ്റ്. ഇതിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ സോൾഡറിങ് നിൽക്കും. മറ്റേത് പ്രിൻ്റ് പൊട്ടാനും ഇളകുമ്പോൾ ഡ്രൈ വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്, കാരണം വണ്ടിയാണ്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ കണക്ഷൻ ഇതൊന്ന് പോസിറ്റീവ്, ഇത് ഗ്രൗണ്ട്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഇവിടുത്തെ കപ്പാസിറ്റർ നമ്മളിവിടെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെയുള്ള ഡിവൈസുകളിൽ കപ്പാസിറ്റർ ആഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇന്നിലാണ്, 12 വോൾട്ട് ഇന്നിലാണ്.
അപ്പോൾ അത് ഡീറ്റെയിൽ ആക്കേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ മെയിൻ ബോർഡിലേക്കും നമ്മുടെ ഫിൽറ്റർ ബോർഡിലേക്കും ഇതിൻ്റെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഈ സബ്വൂഫർ ഫിൽറ്ററിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് കണക്ഷൻ മൊത്തം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡുവൽ സപ്ലൈ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഗെയിൻ കണക്ഷൻ, ഔട്ട്പുട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വീഡിയോയിൽ ചെയ്തതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് അത് ഇതിനകത്ത് കൂടുതലായിട്ട് കാണിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ സബ്വൂഫറിൻ്റെ ഔട്ട്പുട്ട്, അതായത് വോളിയം കൺട്രോളിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇനി നമ്മളെ മെയിൻ ബോർഡിലേക്കും നമുക്ക് പവർ സപ്ലൈയും ഇത് കണക്ട് ചെയ്താൽ നമുക്ക് ഇത് ചെക്ക് ചെയ്യാം. അപ്പോൾ കുമാർ ഓഡിയോസിൻ്റെ തണ്ടർ മോണോ KA2611. അപ്പോൾ ഇതിനകത്ത് 27 വോൾട്ട് ഡുവൽ സപ്ലൈ ആണ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. നമ്മൾ സ്പീക്കർ ഔട്ട് നമ്മുടെ സോണിയിലേക്കും നമുക്ക് ഇതിനകത്ത് ഈ ഇൻപുട്ടിൽ നമ്മളിപ്പോൾ കണ്ട ആ റെഡ് വയർ നമ്മുടെ സബ്വൂഫർ ഫിൽറ്ററിൻ്റെ ഔട്ടും വളരെ സിമ്പിളാണ് ഈ ബോർഡ് കണക്ട് ചെയ്യാൻ. പക്ഷേ ഈ ബോർഡിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇതിന് എക്സ്ട്രാ സിങ്ക് ആഡ് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ പുറമെ ഈ മൊഡ്യൂൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇങ്ങനെ ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് കാണാം, അത് അവരുടെ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഡിഫോൾട്ട് സംഭവമാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആവുന്നത് ഇതിൻ്റെ ഒരു സ്ഥിരമായ കംപ്ലൈൻ്റാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആവാതെ മാക്സിമം ശ്രദ്ധിക്കുക. എല്ലാവിധ സേഫ്റ്റിയും നോക്കി തന്നെ ഇത്രയും നേരം സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്ത് ഇളകിയാൽ തന്നെ പോകുന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ് ഈ ടൈപ്പ് കുമാർ ഓഡിയോസിൻ്റെ ഈ ബോർഡിലെ മൊഡ്യൂൾ. കംപ്ലൈൻ്റ് അവിടെ നിന്ന് മാറ്റി കിട്ടും, അവിടേക്ക് അയച്ചു കൊടുത്താൽ അവിടെ നിന്ന് റിട്ടേൺ ക്ലിയർ ചെയ്ത് കൊണ്ടുതരും. പക്ഷേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കിത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ബോർഡിൽ ഈ സോക്കറ്റിൽ ക്ലിപ്പ് ചെയ്യുന്നതിന് പകരം ഞാൻ അവിടെ സോൾഡർ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇത് വണ്ടിയിൽ ഉപയോഗിക്കുന്നതാണ്. ഗ്ലൂ ചെയ്ത് ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്ര ഒരു കൺഫേം ആയിട്ട്, അതായത് വണ്ടി ഇളകുന്നതുകൊണ്ട് ഇത് ഡ്രൈ വരാനുള്ള ചാൻസ് ഉള്ളത് നമ്മൾ എന്തായാലും മുൻകൂട്ടി കാണേണ്ടതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് സോൾഡർ ചെയ്ത് ഉപയോഗിക്കുന്നത്. സോക്കറ്റ് ഡ്രൈ ആവാനും എല്ലാത്തിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ മുൻകൂട്ടി കണ്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു സേഫ്റ്റി കൂടി കിട്ടും. സ്പീക്കർ വയർ കണക്ട് ചെയ്യാനും നമ്മുടെ പവർ സപ്ലൈ കണക്ട് ചെയ്യാനും ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വണ്ടികളിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന 4mm വയറാണ്. അപ്പോൾ നല്ല സ്ട്രോങ് വയറാണ്, നല്ല കോപ്പർ വയറാണ്. അപ്പോൾ എന്തായാലും നല്ല ലോസ് ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ഹോം യൂസിനൊക്കെ വരുന്ന ഇലക്ട്രിക്കൽ വയറിനാട്ടും എത്രയോ ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ട് ഈ സാധനം, ഈ നല്ല 4mm വയർ. അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സപ്ലൈ ഇവിടെ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇൻ ഔട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവർ സപ്ലൈ നേരെ ഇതിലേക്കും നമ്മുടെ മെയിൻ ബോർഡിലേക്കും ഇതുവഴി പോകുന്നുണ്ട്. സിഗ്നൽ കൺട്രോൾസ് ഈ ഫിൽറ്റർ ബോർഡ് എന്നുള്ളത് ഇതിൽ കൂടെ പോകുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, മാക്സിമം വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് മെയിൻ ബോർഡ് നമ്മളിവിടെ സ്ക്രൂ ചെയ്ത് നല്ല സ്ട്രോങ്ങിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരുവിധ ജെർക്കിങ് വൈബ്രേഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മളിവിടെ പഴയ ഇതിൽ നമ്മൾ ട്യൂണിങ്ങൊക്കെ ക്ലിയർ ചെയ്ത് നല്ല ഒരു 30 ഹെർട്സിൻ്റെ അടുത്തേക്ക് ട്യൂൺ ചെയ്യുന്ന രൂപത്തിൽ ഈ ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്താണ്. ഇതൊന്ന് പെയിൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് സ്പ്രേ ഒക്കെ വേണമെങ്കിൽ അടിച്ചാൽ അതൊന്നുകൂടെ ബ്ലാക്കായി കിട്ടും. കാണുന്ന സാധനമല്ല, വെറുതെ ഒരു പണിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമ്മളിത് സ്പീക്കർ കൊടുക്കുക, ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ഷൻ 12 വോൾട്ട് പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് ആ ബ്ലൂ LED സ്ട്രിപ്പ് കത്തും. ഓക്കെ, ചെറിയ തോതിൽ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, സംഭവം പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം സക്സസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് ഇട്ട് പ്ലേ ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് ഇംപ്രസീവ് ആവുള്ളൂ, ഒരു വർക്കിംഗ് തൃപ്തികരമാവുള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ ഈ 3 വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ടാവും. ഒന്ന് ഫിൽറ്റർ സെലക്ട് ചെയ്തപ്പോൾ ചെയ്ത കാര്യങ്ങൾ, അത് ഇനി മുമ്പത്തെ മൂന്നാമത്തെ വീഡിയോ. ഇതിന് ശേഷം നമ്മൾ ആ പോർട്ട് ട്യൂണിങ്ങിന് നമ്മൾ ആ ബഡ്ജറ്റിനനുസരിച്ച് പോർട്ട് എങ്ങനെ ട്യൂൺ ചെയ്തു. അതിന് ഇപ്പം മൂന്നാമത് വന്നത് ഈ RMSന് മാച്ചിങ് ആയിട്ട് ആ എമൗണ്ടിന് മാച്ചിങ് ആയിട്ടും നമ്മൾ ആ ആമ്പ് സെറ്റ് ചെയ്തു, അത് എങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ 3 വീഡിയോ കൊണ്ട് ഈ സോണി എക്സ്പ്ലോഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഉപകാരമായി തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ഒരു താങ്ക്സ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ യൂട്യൂബിലുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ താഴെ ഇതുപോലുള്ള ഒരു താങ്ക്സ് ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് കഴിഞ്ഞ് ചെറിയ പൈസേൻ്റെ ചിലവുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള കമൻറ്റ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കമൻറ്റ്സിന് കൂടുതൽ പ്രയോറിറ്റിയിൽ യൂട്യൂബ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കമൻറ്റ്സിൽ അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.